ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് 500 പൊതുവിജ്ഞാന ചോദ്യങ്ങളുടെ സെക്കൻഡ് പാർട്ടാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ 100 ചോദ്യങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്ന് 101 മുതലുള്ള ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സുഖോയ് യുദ്ധവിമാനം നൽകുന്ന രാജ്യം? റഷ്യ. റഷ്യയാണ് ഇന്ത്യക്ക് സുഖോയ് യുദ്ധവിമാനം നൽകുന്നത്. ഇന്റർനാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് 1920-ലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി താരതമ്യപ്പെടുത്തിയത് ആര്? ഡോക്ടർ BR അംബേദ്കർ ആണ് താരതമ്യപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എപ്പോൾ? 1947 ജൂലൈ 18-നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? 9-ാമത്തെ. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? രാജ് നാരായൺ ബോസിനെയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക, രാജ് നാരായൺ ബോസ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ഇതുവരെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചവരിൽ എത്ര പേരാണ് വധിക്കപ്പെട്ടത്? 2 പേരാണ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സ്ഥാപിതമായ നഗരം കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ആണ് കാനറ ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലാണ് കാനറ ബാങ്കിന്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ? പാനിപ്പട്ട് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി 1960-ൽ ഫോം ചെയ്ത ഈ സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി 1960. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏതാണ്? കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ല എറണാകുളമാണ്. ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ഹാൾ കൊൽക്കത്തയിലാണ്. എൽ ഫിൻസ്റ്റൺ പിക്ചർ പാലസ് എന്നാണ് അതിന്റെ പേര്. എൽ ഫിൻസ്റ്റൺ പിക്ചർ പാലസ് ഇൻ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ സ്കൈ ബസ് നിലവിൽ വന്നത് എവിടെയാണ്? ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്കൈ ബസ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം എവിടെയാണ്? പാട്യാലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാനത്താവളം നെടുമ്പാശ്ശേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാനത്താവളം നെടുമ്പാശ്ശേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരം മുംബൈ. ഇന്ത്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം ഈഡൻ ഗാർഡൻസ്. ഇന്ത്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം ഏതാണ്? ഈഡൻ ഗാർഡൻസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? കാർഷിക മേഖലയാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ആണ്. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തിയാണ് മൊറാർജി ദേശായി. മൊറാർജി ദേശായി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നതാണ്.
ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഏതാണ്? വിന്ധ്യ പർവ്വതമാണ് ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതം. ഇന്ത്യയുടെ മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന നഗരം നാഗ്പൂർ. അപ്പോ 3 മധ്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന രേഖ ഉത്തരായന രേഖ, മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതം ചോദിച്ചാൽ വിന്ധ്യ, നഗരം ചോദിച്ചാൽ ഏതാണ്? നാഗ്പൂരാണ്. ഇന്ത്യയുടെ ജലറാണി ബുലാ ചൗധരി. അപ്പൊ ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് ബുലാ ചൗധരി. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ എന്നാണ്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരെന്താണ്? രാജസ്ഥാൻ കനാൽ. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏത് അവയവത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ്. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. 35 വയസ്സ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി. രാഷ്ട്രം ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകനാണ് ഹെഗൽ. രാഷ്ട്രം ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ആരാണ്? ഹെഗൽ ആണ്. അടുത്ത ചോദ്യം, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദിനാണ്. അപ്പൊ വിശ്വനാഥൻ ആനന്ദിനാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. രാജീവ് ഗാന്ധിയുടെ സമാധി അറിയപ്പെടുന്നത് വീർഭൂമി എന്നാണ്. വീർഭൂമി എന്നാണ് രാജീവ് ഗാന്ധിയുടെ സമാധി അറിയപ്പെടുന്നത്. രാജതരംഗിണിയിൽ എവിടുത്തെ രാജാക്കന്മാരുടെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്? കാശ്മീരിലെ രാജാക്കന്മാരുടെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കരാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം 1984 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്. രണ്ടാം ലോക യുദ്ധകാലത്ത് ജപ്പാനിൽ ഇടാനുള്ള ബോംബ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് മാൻഹട്ടൻ പദ്ധതി. ഓർത്തിരിക്കുക, രണ്ടാം ലോക യുദ്ധകാലത്ത് ജപ്പാനിൽ ഇടാനുള്ള ബോംബ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് മാൻഹട്ടൻ പദ്ധതി. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒടുവിൽ കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തിയാണ് ജപ്പാൻ. അപ്പം ജപ്പാൻ ഒരു അച്ചുതണ്ട് ശക്തിയാണ്. എന്താ സംഭവിച്ചേ? രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒടുവിൽ കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തിയാണ് ജപ്പാൻ. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഇസ്താംബുൾ. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഇസ്താംബുൾ ആണ്. 2 പ്രാവശ്യം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായത് ഗുൽസാരിലാൽ നന്ദയാണ്. അപ്പൊ 2 പ്രാവശ്യം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായത് ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ഈശ്വരൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനിയല്ല എന്ന ഗാനം രചിച്ചത് വയലാർ രാമവർമ്മയാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. ഈശ്വരൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനിയല്ല എന്ന ഗാനം രചിച്ചത് ആരാണ്? വയലാർ രാമവർമ്മ. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ശതവർഷ യുദ്ധം ആരംഭിച്ച വർഷം 1338. 1338 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ശതവർഷ യുദ്ധം ആരംഭിച്ചു 1338. രംഗസ്വാമി കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഇംഗ്ലീഷ് ചാനൽ. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ഇംഗ്ലീഷ് ചാനൽ. ഇണയെ തിന്നുന്ന ജീവി ചിലന്തിയാണ് ഇണയെ തിന്നുന്ന ജീവി. ഇത്തായി രോഗം ഉണ്ടാകുന്നത് ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? കാഡ്മിയത്തിന്റെ മലിനീകരണം മൂലമാണ് ഇത്തായി രോഗം ഉണ്ടാകുന്നത്. ഇതുവരെ ഭാരതരത്നം ലഭിച്ചവരിൽ ആദ്യം ജനിച്ചത് DK കാർവേ ആണ്. ഇതുവരെ ഭാരതരത്നം ലഭിച്ചവരിൽ ആദ്യം ജനിച്ചത് ആരാണ്? DK കാർവേ. ഇതയക്കനി എന്നറിയപ്പെടുന്നത് ജയലളിതയാണ്. ഇതയക്കനി എന്നറിയപ്പെടുന്നത് ആരാണ്? ജയലളിതയാണ്. ഇദി അമീൻ ഏത് രാജ്യക്കാരനാണ്? ഉഗാണ്ടക്കാരനാണ് ഇദി അമീൻ. ഉപനിഷത്തുകളുടെ പ്രതിപാദ്യ വിഷയമാണ് തത്വചിന്ത. ഉപനിഷത്തുകളുടെ പ്രതിപാദ്യ വിഷയം എന്താണ്? തത്വചിന്തയാണ്. ഉപനിഷത്തുകളുടെ എണ്ണം എത്രയാണ്? 108 ഉപനിഷത്തുകളാണ് ഉള്ളത്. ഓർത്തിരിക്കുക, 108. ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആർതർ C. ക്ലാർക്ക് ആണ്. ആർതർ C. ക്ലാർക്ക്.
ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത സാറ്റലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനും. ഉത്തർപ്രദേശിന്റെ പഴയ പേര് യുണൈറ്റഡ് പ്രോവിൻസ് എന്നാണ്. യുണൈറ്റഡ് പ്രോവിൻസ് എന്നാണ് ഉത്തർപ്രദേശിന്റെ പഴയ പേര്. ഉത്തർപ്രദേശിലെ മുഗൾ സാരായിൽ 1904 ഒക്ടോബർ 2 ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഉത്തർപ്രദേശിലെ മുഗൾ സാരായിൽ 1904 ഒക്ടോബർ 2 ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? നൈനിറ്റാളിലാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം നൈനിറ്റാൾ. ഉറുമ്പിന് എത്ര കാലുകളുണ്ട്? 6 കാലുള്ള ജീവിയാണ് ഉറുമ്പ്. ഉലുവയുടെ ജന്മദേശം മെഡിറ്ററേനിയൻ പ്രദേശം. ഓർത്തിരിക്കുക, ഉലുവയുടെ ജന്മദേശം മെഡിറ്ററേനിയൻ പ്രദേശമാണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ പ്രസിദ്ധി നേടിയ സംഗീതോപകരണം ഷെഹനായി. ഉസ്താദ് ബിസ്മില്ല ഖാൻ. റിച്ചർ സ്കെയിൽ അളക്കുന്നത് എന്തിനെയാണ്? ഭൂകമ്പ തീവ്രത അളക്കുന്ന ഉപകരണമാണ് റിച്ചർ സ്കെയിൽ. റിവഞ്ച് പ്രസ്ഥാനം ഉടലെടുത്ത രാജ്യം ഫ്രാൻസ്. റിവഞ്ച് മൂവ്മെന്റ് ഫ്രാൻസ്. SCRT ഫാക്ടും കൂടെയാണ്, ഓർത്തിരിക്കുക. കേരളത്തിലെ ഇന്റർനെറ്റ് ഗേറ്റ്വേ എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. കേരളത്തിലെ ഇന്റർനെറ്റ് ഗേറ്റ്വേ എന്നറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടത്. ഊട്ടി ഏത് മലനിരകളിലാണ്? നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഊട്ടി. ലക്ഷഭക്ഷ അഥവാ ലാഖ്ബക്ഷ എന്നും പറയാറുണ്ട്. ലക്ഷം ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താനാണ് കുത്തബ്ദീൻ ഐബക്. ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ദ്വീപ് ഏതാണ്? ബിത്രയാണ്. അപ്പൊ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ബിത്രയാണ്. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം ഡെക്കാൻ. അപ്പൊ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായിരിക്കുന്നത് ലാവ കൊണ്ടാണ്, ഓർത്തിരിക്കുക. ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി ആണ് ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ലിനസ് ടോർവാൾഡ്സ് ആണ്. ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ലീഗ് ഓഫ് നേഷൻസിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആണ് വുഡ്രോ വിൽസൺ. ഓർത്തിരിക്കുക, ലീഗ് ഓഫ് നേഷൻസിന്റെ രൂപവത്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ലുധിയാന ഏത് നദിയുടെ തീരത്താണ്? സത്ലജിന്റെ തീരത്താണ് ലുധിയാന. സത്ലജ്. AR റഹ്മാൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ? സംഗീത സംവിധാനം. AR റഹ്മാൻ സംഗീത സംവിധാനം. AK-47 തോക്ക് കണ്ടുപിടിച്ചത് മിഖായിൽ ടിമോഫിവിച്ച് കലാഷ്നിക്കോവ്. ഈ പേര് കുറച്ച് വലിയ പേരാണെന്ന് ഓർത്ത് വെച്ചേക്കാം. മിഖായിൽ ടിമോഫിവിച്ച് കലാഷ്നിക്കോവ് ആണ് AK-47 തോക്ക് കണ്ടുപിടിച്ചത്. മിഖായിൽ ടിമോഫിവിച്ച് കലാഷ്നിക്കോവ്. AK ഗോപാലിന്റെ പട്ടിണിജാഥ പുറപ്പെട്ട സ്ഥലം കണ്ണൂരിൽ നിന്നാണ്. എത്ര വർഷത്തിലൊരിക്കലാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്? 6 വർഷത്തിലൊരിക്കലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ. എല്ലാ ആഹാരങ്ങളുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് അൽഫാൽഫ. എല്ലാ ആഹാരങ്ങളുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? അൽഫാൽഫ. എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്നത് RBC ആണ്, ചുവന്ന രക്താണുക്കൾ. എലിഫന്റ ഗുഹകൾ നിർമ്മിച്ചത് രാഷ്ട്രകൂടന്മാരാണ്. എലിഫന്റ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് എലിഫന്റ് വെള്ളച്ചാട്ടം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ. എലിപ്പനിയുടെ മറ്റൊരു പേരാണ് ലെപ്റ്റോസ്പൈറോസിസ്. ആ പേരിൽ തന്നെയുണ്ട് ലെപ്റ്റോസ്പൈറ. എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രൂ വാഗ്. ഓർത്തിരിക്കുക, എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രൂ വാഗ്. എക്സൈഡ് ഏത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പേരാണ്? ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് എക്സൈഡ്. എഡ്വിൻ ലൂട്ടിൻസ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാത SH1. സംസ്ഥാന പാതയാണ്, ഓർത്തിരിക്കുക. സംസ്ഥാന പാത SH1, സ്റ്റേറ്റ് ഹൈവേ 1. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏതാണ്? ഋഗ്വേദമാണ് ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി.
ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും വലിയ പദസമ്പത്തുള്ള ഭാഷ, ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ വേർഡ്സ് ഉള്ളത്. ഏറ്റവും വലിയ ഫലം ഏതാണ്? ചക്കയാണ്. ഏറ്റവും വലിയ ഭാഷാ ഗോത്രം ഇൻഡോ യൂറോപ്യൻ ആണ് ഏറ്റവും വലിയ ഭാഷാ ഗോത്രം. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്, ഇക്വേറ്റർ. ഏറ്റവും വലിയ മഞ്ഞക്കരുവുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ അകശേരുകി ഏതാണ്? ജൈന്റ് സ്ക്വിഡ് ആണ് ഏറ്റവും വലിയ അകശേരുകി. ഓക്കെ, അപ്പോ ഇന്നത്തെ 100 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മൊത്തം 500 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്